ഹായ് എവരിവൺ, ഗുഡ് ഈവനിങ്. ഞാൻ ഡോക്ടർ ആനി മാത്യു, പാലായിൽ നിന്നാണ്. ഞാൻ സാറിൻ്റെ ഒരു പഴയ സ്റ്റുഡൻ്റ് ആണ്. ഇപ്പൊ കുറെ നാളായിട്ട് റെഗുലർ ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നില്ല, പക്ഷെ സാറിന്റെ വീഡിയോസ് എനിക്ക് എല്ലാം കിട്ടാറുണ്ട്, എല്ലാ ക്ലാസ്സിന്റെയും. അതെല്ലാം അപ്പൊ തന്നെ കാണും. സമയത്തിന്റെയും വേറെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് റെഗുലർ ആയിട്ട് ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പൊ മീന പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വീഡിയോയിൽ കേട്ടാൽ തന്നെയും നമ്മൾ ആ റെഗുലർ ക്ലാസ്സിൽ നമ്മൾ ഇങ്ങനെ ഇരുന്ന് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു അത് ടച്ച് വിട്ടുപോകും. ആ ഒരു കുറച്ചൊരു വ്യത്യാസം വരും. അതുകൊണ്ടാണ് ഞാനും ഇപ്പൊ കഴിഞ്ഞ ഫ്രീ വെബിനാറിനും കയറി, ഇതിനും കയറി. NLP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NLP ഡ്രൈവിംഗ് പഠിക്കുന്നോണ്ടാണ്. ഡ്രൈവിംഗ് പഠിച്ച് നമുക്കൊരു സ്കില്ലാകത്തില്ല എന്ന് പറയുന്ന ഒരു സ്കില്ല്, ജീവിക്കാനുള്ളൊരു സ്കില്ലെന്നേ പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് NLP. കാരണം നമ്മളത് ഒരു ക്ലാസ്സിൽ പോയി അല്ലെ 2 ക്ലാസ്സിൽ പോയി NLP പഠിച്ചു, ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, കുറെ ഇൻഫർമേഷൻസ് കിട്ടി, കുറെ നോളജ് ആയി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതൊരു പ്രാക്ടിക്കലായിട്ട് ലൈഫിൽ ഫ്രീ ആയിട്ട്, അതായത് വറീസ് ഇല്ലാതെ, ഓവർ തിങ്കിങ് ഇല്ലാതെ, സ്മൂത്ത് ആയിട്ട്, വലിയ ഒന്നുമില്ല, വെറുതെ ചുമ്മാ അങ്ങോട്ട് ജീവിക്കുന്നു. നമുക്ക് അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് പതുക്കെ 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 എത്തും. ഞാൻ അങ്ങനെ എത്തി. അപ്പം അങ്ങനെ എത്താന് സാറിന്റെ സത്യം പറഞ്ഞാൽ വായി നോക്കിയിരിക്കുക എന്ന് പറയും. സാറിന്റെ സൂം ചെയ്ത് സാറ് പറയുന്നെല്ലാം കേട്ട് ഇങ്ങനെ സാറിനെ വായി നോക്കിയിരുന്ന് ഇരുന്നിരുന്നിരുന്ന് കിട്ടുന്നതൊക്കെ ഇങ്ങനെ അറിയാതെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലായി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓർത്തെടുക്കേണ്ട കാര്യമില്ല. ഓർത്തെടുക്കാതെ തന്നെ നമ്മുടെ ലൈഫിലെ ഓരോ കാര്യങ്ങളും വരുമ്പം അതിനോടനുബന്ധിച്ച് അതങ്ങ് പൊക്കോളും. അതെങ്ങനെയാ എന്ന് ചോദിച്ചാൽ NLP എന്ന് പറയാൻ കുറച്ച് തിയറി ക്ലാസ് ഉണ്ട്, അല്ലെ കുറച്ച് പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിൽ നമ്മൾ സാറ് പറയുന്ന ആ ഒരു ഇതല്ല, സാറിന്റെ ക്ലാസ് കണ്ടിന്യൂസ് കേട്ട് കഴിയുമ്പം അത് നേരെ നമ്മുടെ കുറച്ച് ഇങ്ങനെ അടിഞ്ഞ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലെത്തും. അത് കഴിയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ മൈൻഡ്ഫുൾ ആയിട്ട് ജീവിക്കാൻ പറ്റും. അപ്പൊ ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. നാളെ ഇപ്പൊ എന്ത് സംഭവിക്കും, നാളെ ഇപ്പൊ പാകിസ്ഥാനും ഇന്ത്യയും കൂടെ അടി ഉണ്ടാക്കാതിരിക്കോ, അതെവിടെയെങ്കിലും നടക്കും, അതിനെക്കുറിച്ച് ഞാനിപ്പോ വറീഡാവുന്നില്ല. പണ്ടാണെങ്കിൽ ഞാൻ വറീഡാവും, നാളെ ഇത് ഉണ്ടാവുമോ, ഇനി ഇത് അപ്പുറത്തോട്ട് വ്യാപിക്കുമോ, എന്റെ മക്കളുള്ള സ്ഥലത്തോട്ടൊക്കെ പോവോ, ഇങ്ങനെയൊക്കെ. ഇപ്പൊ ഇല്ല, ഇപ്പൊ ഉണ്ടാവോ ഇല്ല, അതാ എന്തേലുമായിട്ട് നടക്കട്ടെ, അത്രേ ഉള്ളൂ. അങ്ങനെ ജീവിക്കാനുള്ളൊരു കരുത്തുണ്ടാക്കി തന്നു തോമസ് സാർ, അല്ലെ NLP അല്ലെങ്കിൽ തോമസ് സാർ. തോമസ് സാറിന്റെ പര്യായപദമാണ് NLP എന്നുള്ളത്. അപ്പം അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു കരുത്തുണ്ടാക്കി തന്നു. അതാണ് NLP കൊണ്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗുണം, അല്ലെ അത് മാത്രമാണ് ഗുണം. പിന്നെ ഇന്നത്തെ ടോപ്പിക്ക് സാർ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഇന്നത്തെ ടോപ്പിക്ക് ഞാൻ ഫോൺ എടുത്ത് നോക്കുമായിരുന്നു. ടോപ്പിക്ക് ഒരെണ്ണം ഇട്ടിരുന്നത് ഞാൻ കണ്ടേ ഇല്ല. ഇന്ന് ക്ലാസ് ഉണ്ട്, ഫ്രീ വെബിനാർ എന്ന് പറഞ്ഞ് കയറാമെന്ന് വിചാരിച്ചു. ഇപ്പൊ അതിൻ്റെ അകത്ത് സാർ കൊടുത്തേക്കുന്ന ക്രിയേറ്റ് ഡ്രീംസ്, അത് റിയാലിറ്റിയിൽ വരാൻ അത് പറ്റും, NLP കൊണ്ട് പറ്റും. ഞാൻ പറ്റിച്ചിട്ടുണ്ട്. കാരണം ഒന്നാമത്തെ കാര്യം, നമ്മുടെ മനസ്സ് ശാന്തമാകും, നമുക്ക് വറീസ് ഇല്ല, നമുക്ക് ഓവർ തിങ്കിങ് ഇല്ല, ഒന്നുമില്ല. നമ്മൾ പ്രസന്റിൽ ജീവിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾക്ക് നമുക്കൊരു അവിടെ നമുക്ക് മൈൻഡ്ഫുൾനെസ് വരും. അതുവഴി നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള തിയറി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ആ ലോ ഓഫ് അട്രാക്ഷൻ വഴി നമുക്ക് അത് ശരിക്കും സയന്റിഫിക് ആയിട്ട് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന സംഭവം വഴി എന്ത് കാര്യമാണേലും നമ്മളുടെ റിയാലിറ്റിയിലേക്ക് വരാൻ പറ്റും. ഞാൻ അങ്ങനെ പല കാര്യങ്ങളും റിയാലിറ്റിക്ക് എന്റെ ആവശ്യങ്ങൾ, വലിയ ഡ്രീംസ്, എനിക്ക് നാളെ ഇപ്പൊ ജാഗ്വാർ മേടിക്കണമെന്നോ അല്ലെങ്കിൽ 2.5 കോടി പിന്നെ ലോട്ടറി അടിക്കണമെന്നോ അങ്ങനെയല്ല. എന്റെ ആവശ്യങ്ങൾ, ഇപ്പൊ എന്റെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്റെ പേഴ്സണലി എന്ന് പറഞ്ഞാൽ എന്റെ മക്കളുടെ ആവശ്യം, മക്കളുടെ ജോലി, അവരുടെ കാര്യങ്ങൾ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അവർ പറയുമ്പോൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അത് മാനിഫെസ്റ്റ് ചെയ്ത് അത് ട്രൂ ആയിട്ട് വന്ന് മിക്കപ്പോഴും എൻ്റെ അന്നന്ന് വേണ്ട കാര്യങ്ങൾ അങ്ങനെ നടന്നേ പോകും. അതിന് NLP നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, NLP നമ്മുടെ മൈൻഡ് ശാന്തമാക്കും. നമുക്ക് വറീസ് ഇല്ലാത്തൊരു ലൈഫ്, ഹാപ്പി ലൈഫ് വരുന്നാലേ നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോഴാണ് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ തിയറി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, എല്ലാം പറ്റുന്നത്. അതിന് മൈൻഡ്ഫുൾനെസ് വേണം. മൈൻഡ്ഫുൾനെസ് വേണമെങ്കിൽ ഹാപ്പി ആയിട്ട് ജീവിക്കണം. അങ്ങനെ NLP is equal to happy is equal to Thomas. Thank you.
ഒരു സ്വപ്നങ്ങൾ ഉണ്ടാക്കുക, ക്രിയേറ്റ് ഡ്രീംസ്, സ്വപ്നങ്ങളെ സൃഷ്ടിക്കുക, ആൻഡ് മേക്ക് ദം റിയാലിറ്റി, അതിനെ റിയാലിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുക. നമുക്ക് രണ്ട് ലോകമുണ്ട്. ഒരു ലോകം എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്നതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് തന്നെയാണ്. പുറത്തോട്ട് കണ്ണ് തുറന്നു വെച്ച് കാതും തുറന്നു വെച്ച് എന്ന് പറഞ്ഞാൽ 5 സെൻസറി ഈ കൂടെ നമുക്ക് പുറം ലോകത്തെ അറിയാൻ പറ്റും. അപ്പൊ ഈ പുറം ലോകം അതാണ് റിയാലിറ്റി, അതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഈ പുറം ലോകം എങ്ങനെയോ നമ്മുടെ ഉള്ളിലേക്ക് കടക്കും, അറിഞ്ഞോ അറിയാതെയൊക്കെ കടക്കും. കടന്നു കഴിയുമ്പോൾ അത് വികലമായി പോകും. ഇതേ വാക്കാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉപയോഗിച്ച്, വികലമായി പോകും. എന്തുകൊണ്ട് വികലമാകുന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. NLPയിൽ വൈ എന്നുള്ള ചോദ്യമില്ല. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന വികലമാണ്. അതുകൊണ്ടാണല്ലോ 10 പേര് ലോകത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ 10 അഭിപ്രായം വരുന്നത്. അപ്പോൾ വേറൊരാൾ പറയുമ്പം ഞാൻ പറയുമ്പോൾ അത് വികലമാണെന്ന് പറയും, ഞാൻ പറയും എൻ്റെ വികലമാണെന്ന് പറയും. എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും വികലമാണെന്ന് അർത്ഥം. പുറത്തെ ലോകം എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. ഇപ്പൊ നമ്മൾ റിയാലിറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ അകത്തെ ലോകത്തിനെ റിയാലിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ അതാണ് ക്രിയേറ്റ് ഡ്രീംസ് എന്ന് പറയുന്നത്. നമുക്ക് അതിനെ ഒരു സ്വപ്നമാക്കി കാണാനും പറ്റും. യഥാർത്ഥത്തിൽ നമ്മൾ പുറത്ത് നമ്മൾ എന്താ സംഭവിച്ചത് നമുക്കറിയത്തില്ല. അപ്പൊ നമ്മൾ അതിനെ സ്വപ്നമായിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ അതിനെ റിയാലിറ്റി ആക്കി മാറ്റും. സ്വപ്നം കാണുന്നു പറഞ്ഞാലും ചിന്തയാണല്ലോ, വിഷ്വലൈസേഷനാണ് അല്ലേ? നമ്മൾ ഇമാജിൻ ചെയ്യുക ചെയ്യുന്നു. പടമായിട്ട് വീഡിയോ ആയിട്ട് നമ്മൾ കാണുക ചെയ്യുന്നു, അങ്ങനെയല്ലേ? നമ്മൾ സ്വപ്നം കാണുക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ വീഡിയോ, വി ആർ വാച്ചിങ് എ വീഡിയോ. അപ്പം നമ്മൾ റിയാലിറ്റിയുള്ള ഒരു വീഡിയോയെ നമ്മൾ ഉണ്ടാക്കുക, അതാണ് സ്വപ്നം എന്ന് പറയുന്നത്. അപ്പോൾ അത് റിയാലിറ്റി ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക. തോട്ട്സ് ആർ മാനിഫെസ്റ്റഡ് എന്നാണ് പറയുന്നത്. തോട്ട് ബിക്കം തിങ്സ്. അത് സിമ്പിളാണ്. യാഥാർത്ഥ്യം എന്താണെന്ന് നമ്മൾ സ്വപ്നം കാണാനേ പറ്റുള്ളൂ, നമുക്കത് അറിയാൻ സാധിക്കുകയല്ല. നമുക്ക് സ്വപ്നം കാണാൻ പറ്റൂ. അത് കൃത്യമായിട്ട് ഒരു ഉദാഹരണം പറയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങളോടൊരാള് 100 രൂപ കടം മേടിച്ചു, അയാൾ എന്തോ കാരണത്താൽ തന്നില്ല. നിങ്ങൾ ചോദിക്കുന്നു, ചോദിച്ചു കഴിയുമ്പം അയാൾ പറയുന്നു അത് ഞാൻ തന്നല്ലോ. അല്ലെങ്കിൽ വേറെ തരത്തിൽ വേറെ ആള് 100 രൂപ മേടിച്ചിട്ട് അയാൾ പറയും ഞാൻ നിങ്ങളോട് 100 രൂപ മേടിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് അവര് നമ്മളെ കുറ്റപ്പെടുത്തുക ചെയ്യുന്നു. അപ്പൊ എന്താണ് റിയാലിറ്റി? അവര് പറയുന്നതാണ് റിയാലിറ്റി. അതെനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ 100% വിശ്വസിക്കുന്നു. ഞാൻ 100 രൂപ കൊടുത്തു, അയാൾ തന്നിട്ടില്ല. അയാൾ പറയുന്നു ഞാൻ മേടിച്ചിട്ടില്ല, അയാൾ പറയുന്നു ഞാൻ തന്നിട്ടുണ്ട്. അപ്പൊ ഏതാ റിയാലിറ്റി? അപ്പൊ പുറം ലോകം റിയാലിറ്റി. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്തു? നമുക്ക് ദേഷ്യം വന്നു, ബുദ്ധിമുട്ട് വന്നു, സങ്കടം വന്നു, എല്ലാ നെഗറ്റീവ് വികാരങ്ങളും വന്നു. അപ്പൊ നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഇവിടെ പലരും പറഞ്ഞ പോലെ സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾക്ക് സന്തോഷമായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ പുറം ലോകത്തെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അപ്പൊ എന്ത് ചെയ്യണം? ഞാനങ്ങ് സ്വപ്നം കാണും അയാൾ തന്നതായിട്ട്, അയാൾ എന്നിൽ നിന്ന് മേടിച്ചിട്ടില്ല എന്നുള്ളത് എൻ്റെ വേറൊരു തോന്നലായിട്ട് ഞാൻ സ്വപ്നം കാണാനേ എനിക്ക് പറ്റുള്ളൂ. ഞാനതങ്ങ് സ്വപ്നം കാണും. സ്വപ്നം കണ്ടു കഴിയുമ്പോൾ അത് റിയാലിറ്റി ആയി. അത് റിയാലിറ്റി ആയി കഴിയുമ്പോൾ ഞാൻ ഹാപ്പിയായി. ബേസിക്കലി എങ്ങനെയെങ്കിലും എനിക്ക് ഹാപ്പിനെസ്സിൽ എത്തുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതാണ് എൻ്റെ ഡിസയർ. ഞാൻ ആദ്യം ഇട്ടിരുന്ന ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ ഇട്ടിരുന്നത്. ഇത് ആഗ്രഹമാണ്. എന്താണ് ആഗ്രഹം?
ഐ ഷുഡ് റിമൈൻ ഓൾവേസ് ഹാപ്പി. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. ആഗ്രഹിച്ചൊരു കാര്യമില്ല. ഈ ആഗ്രഹം നടക്കണം എന്നുണ്ടെങ്കിൽ പുറമേ ഉള്ള റിയാലിറ്റീനെ ഞാൻ അംഗീകരിക്കണം. എനിക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അതുകൊണ്ട് നീ അറ്റ്ലീസ്റ്റ് സ്വപ്നമെങ്കിലും കാണാം. അതങ്ങനെയായിട്ട് നീ സ്വപ്നം കണ്ടു. അംഗീകരിക്കാൻ പറഞ്ഞ ആരും സമ്മതിക്കാറില്ലോ. എടാ അവൻ തന്നു എന്ന് നീ അങ്ങ് അംഗീകരിക്കാൻ പറയാൻ പറ്റും. നോ നോ നോ, ഞാനത് അംഗീകരിക്കില്ല, അവൻ തന്നിട്ടില്ലല്ലോ. എന്നാ നീ ഒരു കാര്യം, ഞങ്ങൾ സ്വപ്നം കണ്ടേ. സ്വപ്നം കാണുന്നത് എന്നാ കുഴപ്പമിരിക്കുന്നേ? അതാണ് ഇവിടെ പറയുന്നത്. സിമ്പിളായിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലേ മനസ്സിലാവുള്ളൂ. അപ്പൊ സ്വപ്നം കാണാനുള്ള കഴിവ് മനുഷ്യനുണ്ട്. എങ്ങനെ സ്വപ്നം കാണണം? ഡ്രീം ഇൻ സച്ച് എ വേ ദാറ്റ് if it becomes reality, it makes you happy. Clear ആയോ? സിമ്പിളാ. ഇതുകൊണ്ടാണ് പറയുന്നത് തിങ്ക് ഇൻ സച്ച് എ വേ ദാറ്റ് യു ബിക്കം ഹാപ്പി. എല്ലാം ചിന്ത ബേസ്ഡ് ആയിരിക്കുന്നത്. ചിന്തിച്ചാൽ മതി. പക്ഷെ എന്തു ചെയ്താൽ അത് നടക്കത്തില്ല. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച ഒരു കാര്യമാണ് നരകത്തിൽ പോകുമെന്ന് പറഞ്ഞാലും തല പോകുമെന്ന് പറഞ്ഞാലും വിട്ടുകൊടുക്കുകയില്ല. അങ്ങനെ ഞാൻ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാനെന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത്? എടാ നീ നിനക്ക് മറവി പറ്റിയതായിരിക്കും. അവൻ തന്ന് കാണും. എനിക്കെങ്ങനെയാ മറവി എന്തിരിക്കുന്നത്? അല്ല, നീ വെറുതെ അങ്ങ് ചിന്തിച്ചേ മറന്ന് കാണുമായിരിക്കും എന്ന്. എനിക്ക് മറവിയില്ലല്ലോ, ഞാനെന്തിനാ പിന്നെ അങ്ങനെ ചിന്തിക്കുന്നത്? ഇതാണ് നമ്മുടെ പ്രശ്നം. തല പോയാലും ചിന്തിക്കേല. ചിന്തിക്കാന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തോന്നും. പക്ഷെ ഇന്ന കാര്യം നീ ഒന്ന് ചിന്തിച്ചെന്ന് പറഞ്ഞാൽ എനിക്കത് പറ്റത്തില്ല. ഹിമാലയത്തിന്റെ മുകളിൽ കയറാൻ പറഞ്ഞാലും ഞാൻ കയറാൻ ശ്രമിക്കും. പക്ഷെ ഇത് നിനക്കൊരു നിസ്സാര കാര്യം, 2 രൂപ ബാലൻസ് കിട്ടാനുണ്ട് ബസ് എന്നിറങ്ങുമ്പോൾ കണ്ടക്ടർ വരുന്നു, ചേട്ടാ ഞാൻ 2 രൂപ തന്നതാ. എനിക്ക് തന്നിട്ടില്ല, തനിക്ക് മറവി പറ്റിയതാ. കേൾക്കുന്നവരും കാണുന്നവരും എല്ലാം പറയും, ചേട്ടാ അത് വീട് 2 രൂപയുടെ ഇടപാടല്ല ഉള്ളു. 2 രൂപയല്ല ഇവിടെ പ്രശ്നം, അയാൾ തന്നിട്ടില്ലല്ലോ. എങ്ങനെയാ ഒന്ന് ജയിച്ചേ? ഇതാണ് നമ്മുടെയൊക്കെ പ്രശ്നം. ഇപ്പൊ ഹാപ്പി ആകണം എന്നുണ്ടെങ്കിൽ ചിന്തിക്കണം എങ്ങനെ, സോ ദാറ്റ് യു ബിക്കം ഹാപ്പി. ഇതാണ് പലരും പറഞ്ഞത്. ക്ലാസ് കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ, റെഗുലറായിട്ട് ക്ലാസ് കേൾക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മളങ്ങ് നിന്ന് കൊടുത്തേച്ചാൽ മതി, ജീവിതം നമ്മുടെ ഒപ്പം അങ്ങ് പൊക്കോളും. പ്രത്യേകാലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഇല കാറ്റത്ത് ആടുകയല്ല ഇങ്ങനെ. എന്തിനാ ഇല ആടുന്നത്? ഇലയ്ക്ക് വേണേൽ ബലം പിടിച്ചവിടെ നിൽക്കാൻ മേലെ. ഞാൻ ആടുകയല്ലെന്നും പറഞ്ഞോട്ട്. കുളിർകാറ്റ് വരുമ്പോൾ, ചെറിയ കാറ്റ് വരുമ്പോൾ ഇല ഇങ്ങനെ ആടിക്കൊടുക്കും. ചെറിയ ചെടികളൊക്കെ ഇങ്ങനെ ആടിക്കൊടുക്കും. ഞാൻ ആടുകയില്ല എന്നും പറഞ്ഞുകൊണ്ട് ബലം പിടിച്ചു കഴിഞ്ഞാൽ കിടന്നു പോകും. അപ്പൊ ജീവിതത്തിന്റെ താളത്തിനനുസരിച്ച് നീങ്ങുക എന്ന് പറയും. ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മള് ആ ജീവിതത്തിൽ ഇതുപോലത്തെ ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ നമ്മൾ പയ്യെ ഒന്ന് വളഞ്ഞു കൊടുത്ത് വെച്ചാൽ മതി. ഇങ്ങനെ കാറ്റ് വരും, ബലം പിടിക്കുന്നവരൊക്കെ പെടന്നു. ജീവിതത്തിൽ പരാജയപ്പെടുന്ന അങ്ങനെയാണ്. ഇതാണ് ക്രിയേറ്റ് ഡ്രീംസ് എന്ന് പറഞ്ഞത്. എങ്ങനെ ഡ്രീം ചെയ്യണം? ആ ഡ്രീം എങ്ങനെയായിരിക്കണം? അത് റിയാലിറ്റി ആയി കഴിയുമ്പം അതാണ് യാഥാർത്ഥ്യം, അതാണ് ശരിക്കുള്ളത്. ശരിക്കുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് പാടാണ്. നമ്മൾ നമ്മുടേതായ രീതിയിൽ മാത്രമേ മനസ്സിലാക്കൂ. എൻ്റെ കാഴ്ചപ്പാടനുസരിച്ച്
എൻ്റെ മനസ്സിൽ തോന്നുന്ന പോലെ. അപ്പൊ പ്രശ്നം കിടക്കുന്നത് എവിടെയാ? മനസ്സില്. അപ്പൊ ആരാണ് പ്രശ്നക്കാരൻ? മനസ്സ്. അപ്പൊ ആരെയാണ് ശരിയാക്കേണ്ടത്? മനസ്സിനെ. ഞാൻ എന്നെ ശരിയാക്കേണ്ട ആവശ്യമില്ല. ഞാൻ മര്യാദക്കാരനാണ്. ഞാൻ ഏതിനും തയ്യാറാണ്. പക്ഷെ എൻ്റെ മനസ്സ് തയ്യാറല്ല. അപ്പൊ ആരാണ് നിന്റെ ശത്രു? എൻ്റെ മനസ്സ്. എൻ്റെ മനസ്സ് എപ്പോഴും എങ്ങനെയായിരിക്കേണ്ടത്? എൻ്റെ മിത്രമായിട്ടാണ് ഇരിക്കേണ്ടത്. പക്ഷെ അവൻ ഇടയ്ക്കിടയ്ക്ക് ശത്രുവാകും. അവനെ മിത്രമാക്കി വെച്ച് കഴിഞ്ഞാൽ, ആ മിത്രമായി കഴിഞ്ഞാൽ പിന്നെ ജീവിതം ഇങ്ങനെ, അതാണ് ആദ്യം പറഞ്ഞത്, ജീവിതം ഇങ്ങനെ അങ്ങ് പൊയ്ക്കോളും. നമ്മളൊന്നും അറിയണ്ട. നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാറ്റ് വരുമ്പോൾ അവൻ പയ്യെ വളഞ്ഞു, കാറ്റിനനുസരിച്ച്. അപ്പൊ അവനെ മിത്രമാക്കണം എന്നുണ്ടെങ്കിൽ ഇതാണ് NLP കൊണ്ടുള്ള ഗുണം കിട്ടുന്നത്. അപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ എന്ന് എനിക്കറിയത്തില്ല. ഇനി നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ കൃത്യമായിട്ട്, സാറിങ്ങനെ മെറ്റാഫോറിക്കലായിട്ടൊക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് ആ സംഗതി ഏതാണ്ടൊക്കെ മനസ്സിലായി, പക്ഷെ കൃത്യമായിട്ടൊന്നും മനസ്സിലായില്ല എന്ന് പറയും. പിന്നെ ഇത് വലിയൊരു സംഗതിയാണ്. അതിനാണ് 5 ദിവസത്തെ ക്ലാസ് ഒക്കെ വെച്ചിരിക്കുന്നത്. അത് മുഴുവൻ കൂടി കഴിഞ്ഞെങ്കിൽ മാത്രമേ, അത് കൂടിയവർക്ക് മാത്രമേ ഇപ്പം എൻ്റെ സംസാരം കുറേയെങ്കിലും മനസ്സിലാകുകയുള്ളൂ. അത് കൂടിയ ആൾക്കാരൊക്കെ പെട്ടെന്ന് മനസ്സിലായത് എന്താണ്. NLP എന്ന് പറഞ്ഞാൽ ചിന്തകളെ ഇട്ടിട്ടുള്ള ഒരു കളിയാണ്. നമ്മൾ ജീവിക്കുന്നത് ചിന്തകളുടെ പുറത്താണ്. നമ്മളെ കൊണ്ടു നടക്കുന്ന ചിന്തകളാണ്. നമ്മുടെ പ്രശ്നങ്ങൾ മുഴുവൻ കിടക്കുന്ന ചിന്തകളിലാണ്. എല്ലാ കാര്യവും നമ്മളിപ്പോൾ ഗോൾ സെറ്റ് ചെയ്യാന്ന് പറയുന്നു. നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോവുക എന്ന് പറയുന്നത് ചിന്തയിൽ കൂടെയാണ് പോകുന്നത്. ഇപ്പം നിങ്ങൾക്കൊരു ലെറ്റർ, ഒരു ഇൻവിറ്റേഷൻ വരുന്നു, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിനൊരു കാർഡ് വരുന്നു. നാളെ, അടുത്ത ദിവസം, ഇന്നിപ്പോൾ 10-ാം തീയതി അല്ല, 15-ാം ദിവസം ഇന്ന സ്ഥലത്ത് ഒരു ഇന്റർവ്യൂ, അല്ലെ ഒരു വിവാഹത്തിന് ചെല്ലണം എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ വരുന്നു. ഇറ്റ്സ് ജസ്റ്റ് എ മെസ്സേജ്. അപ്പോൾ മനസ്സിൽ ഒരു ചിന്തയാ വരുന്നത്. ആ, ലെറ്റർ വന്നല്ലോ, അതിന് പോണല്ലോ. അതൊരു ചിന്തയാണ്. ഉടനെ ഉള്ളിൽ അത് പ്ലാൻ ചെയ്യും. ചിന്ത കൊണ്ടാണ്. നമ്മൾ മനസ്സിൽ കാണും. 15-ാം തീയതി രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുന്നു, ട്രെയിനിൽ കയറുന്നതും യാത്രയിൽ പോകുന്ന എല്ലാം നമ്മൾ കാണും. കണ്ടാൽ മതി, തീർന്നു. അതിന് കൂടി വന്നാലോ 10 സെക്കൻഡേ വരുള്ളൂ. പക്ഷെ പ്രശ്നം വരുന്ന അവിടെയൊന്നുമല്ല. ഓരോ ദിവസം കഴിയും തോറും, അല്ല ബൈ ചാൻസ് ട്രെയിൻ അന്ന് ഇല്ലാതെ വന്നെങ്കിലോ, ഉടനെ ഭാര്യയോടോ അല്ല ഭർത്താവിനോട് ചോദിക്കും, ട്രെയിൻ അന്ന് കാണൂ? അവര് പറയും, പിന്നെ ട്രെയിൻ പിന്നെ കാണാതിരിക്കും. അല്ല, അതിനേക്കാളും കുറച്ചുകൂടി ഷുവർ ബസ്സല്ലേ. ട്രെയിനൊക്കെ ഒന്നല്ലാതെ ഉണ്ട്. ബൈ ചാൻസ് അത് ലേറ്റ് ആകുകയാണെങ്കിൽ പിന്നെ ബസ്സാണെങ്കിൽ ഒന്ന് കിട്ടിയില്ലെങ്കിൽ വേറെ ഒന്നിനും കയറാമല്ലോ. അപ്പൊ പിന്നെ ബസ്സിന് പോയായിരുന്നു. ഇത് ഇങ്ങനെ ഓരോന്നോരോന്ന് വന്നോട്ടെ. പിന്നെ ആ ബസ് കൊല്ലത്ത് കൂടി പോകുന്നതാണോ ആലപ്പുഴ കൂടെ പോകുന്നതായിരിക്കും, കൺഫ്യൂഷൻ കൂടി. ഇതാണ് നമ്മൾക്ക് പ്രശ്നമായിട്ട് വരുന്നത്. അപ്പൊ അതിന് നമ്മൾ ആങ്സൈറ്റി എന്ന് പറയും. ഇങ്ങനെ നമ്മൾ എന്നാ വെച്ചാൽ, ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ ചിന്ത അതിനെ വിട്ടച്ചാൽ അത് തീർന്നു. പിന്നെ അതിന്റെ പിന്നാലെ പോകരുത്. പിന്നാലെ പോയാൽ പിന്നെ ഓവർ തിങ്കിങ്. പിന്നെ ഇതുപോലെ വറീസ് വേറെ വരും. ദേഷ്യം എന്ന് പറയുന്ന വേറൊരു ചിന്തയുടെ ഭാഗമാണ്. പേടി ചിന്തയുടെ വേറൊരു ഭാഗമാണ്. വെറുപ്പ്, അസൂയ, അതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ചിന്തകൾ. അപ്പൊ ആ ചിന്തകളെയൊക്കെ നമ്മൾ ഈ NLP പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ അറിയാതെ റിസോൾവ് ആയിട്ട് പൊയ്ക്കോളും. പ്രത്യേകം നമ്മൾ അതിൻ്റെ പുറകെ പോകേണ്ട ആവശ്യം.
അതുപോലെ തന്നെ നമ്മളെ എന്തെങ്കിലും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരും. അപ്പൊ ഈ ഈ പറഞ്ഞതെല്ലാം നെഗറ്റീവ് വികാരങ്ങൾ. NLP പഠിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ തിയറികൾ പഠിച്ചു കഴിഞ്ഞാൽ, ഈ എന്തൊക്കെ നെഗറ്റീവ്സ് വന്നാലും അത് ഓട്ടോമാറ്റിക്കലി അതങ്ങ് നമ്മൾ അറിയാതെ അങ്ങ് പൊക്കോളും. അതാ പരമേശ്വരൻ സാറ് പറഞ്ഞത്. അപ്പൊ ഇത് പഠിച്ചത് അവിടെ അങ്ങോട്ട് ആദ്യമൊക്കെ നമ്മളത് ഇച്ചിരി അപ്ലൈ ചെയ്യേണ്ടി വരും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അപ്ലൈ ഒന്നും ചെയ്യേണ്ട, ഇത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തിക്കഴിയും. ഇതിനാണ് വീണ്ടും വീണ്ടും ക്ലാസ് റിപ്പീറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും അറിയണ്ട. ഇതെല്ലാം ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് നടന്നോളും. നമ്മളൊന്നിൻ്റെ പിന്നാലെ പോകേണ്ട ആവശ്യം. പിന്നാലെ പോകാന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ല. ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ ഇതൊക്കെ ഓർത്ത് പിടിച്ചൊക്കെ കൊണ്ടുവരാൻ പറ്റില്ല. ഓർത്ത് പിടിച്ച് അന്നേരം ഒന്നും ഓർക്കുകയില്ല. അപ്പം നമ്മൾ ഡൗൺ ആയി പോകും. അതിനാൽ ഇത് കുറച്ച് നാൾ ഇതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങോട്ട് നമ്മുടെ ശരീരം മുഴുവൻ ബുള്ളറ്റ് പ്രൂഫ് ആകും. പിന്നെ ഒന്നും ഏശിയല്ല. ദേഷ്യം, സങ്കടം, പേടിയൊന്നും എന്ത് ചെയ്താൽ നമുക്ക് ദേഷ്യം വരത്തില്ല. ദേഷ്യം വരേണ്ട ആവശ്യമില്ല. ഒരാളിപ്പം ഈ പറഞ്ഞ പോലെ 100 രൂപ കടം മേടിച്ചിട്ട് ചോദിക്കുമ്പോൾ പറയാണ് ഇത് അതങ്ങ് തന്നില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ. കാരണം നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. വേണമെങ്കിൽ പറയാം തന്നില്ലെന്ന്, അങ്ങോട്ട് തന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പക്ഷെ എനിക്ക് തോന്നുന്നത് തന്നില്ലെന്നാ തോന്നുന്നത് കേട്ടോ. അല്ലല്ല തന്നു, ഓക്കെ എന്നാ അങ്ങനെ ആയിക്കോട്ടെ. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? മേടിച്ചയാൾ പറയുന്നത് തന്നില്ലെന്ന് പറയുന്നു, അല്ലെങ്കിൽ മേടിച്ചില്ലെന്ന് പറയുന്നു. നിങ്ങളുടെ ഒരു പ്രൂഫും ഇല്ല. ഇപ്പോഴും മനസ്സിൽ പറഞ്ഞേക്കണം, എത്രയോ ആൾക്കാർക്ക് ദാനം ചെയ്യുന്നു. ഈ 100 രൂപ ദാനം ചെയ്തിട്ട് കൂട്ടി വെച്ചാൽ മതി, തീർന്നു. അപ്പോഴേ മനസ്സിൽ നിന്ന് പോയിക്കോളൂ.